5 വർഷം മുമ്പ് നിർമ്മാണം ആരംഭിച്ച തിരുവനന്തപുരം തിരുമല തൃക്കണ്ണാപുരം റോഡ് വികസനം എങ്ങും എത്താത്തതിൽ പ്രതിഷേധമുയരുന്നു. തിരുമല ജംഗ്ഷൻ മുതൽ തൃക്കണ്ണാപുരം പാലം വരെയുള്ള 3.3 കിലോമീറ്റർ റോഡാണ് പുനർനിർമ്മിക്കുന്നത്. റോഡ് പണി നീളുന്നത് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. തിരുവനന്തപുരം തിരുമല തൃക്കണ്ണാപുരം റോഡ് വികസിപ്പിക്കുമെന്ന് 5 വർഷം മുമ്പ് പ്രഖ്യാപിച്ചതാണ്. റോഡിന്റെ വികസനത്തിനായി ഭരണാനുമതിയായത് 24.4 കോടി രൂപയും. എന്നാൽ റോഡിന്റെ ഇരുവശത്തെയും ഇലക്ട്രിക് പോസ്റ്റുകൾ ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല. റോഡിന്റെ വികസനത്തിനായുള്ള സ്ഥലം ഏറ്റെടുത്ത് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയതിനു ശേഷം റോഡിന്റെ ഇരുവശവും കുണ്ടും കുഴിയുമാണ്. മഴ പെയ്താൽ റോഡ് മുഴുവനും വെള്ളക്കെട്ടാണ്. മഴ സമയത്ത് പലപ്പോഴും വാഹനാപകടങ്ങളും പതിവാണ്. ഈ മഴ പെയ്യുമ്പോഴല്ല ഇത് തന്നെ മോളെ, നമുക്ക് ചന്തയുടെ അകത്ത് കയറാൻ പറ്റാത്ത അവസ്ഥ. മക്കളെ ഇറങ്ങി നോക്കി, ഇവിടെ നിന്ന് നോക്കി ചന്ത എങ്ങനെ കിടക്കണമെന്ന് മക്കളെ. ഞങ്ങൾ എന്ത് ചെയ്യണം? ചന്തയുടെ അകത്ത് ഇറങ്ങി ഇവിടെ നിന്നുകൊണ്ട് നോക്കി മക്കളെ, ഞങ്ങൾ എങ്ങനെ എന്ത് ചെയ്യണമെന്ന്. ഇത് കൊല്ലത്ത് പോയി കൊണ്ടുവരണതാണ്. 4000 രൂപ വണ്ടിക്കൂലി, 2500 രൂപ ചിലവ്. ഇത്രയും മില്ലി ഈ 6500 രൂപ ചിലവെടുക്കണം. ഇതിൽ മക്കൾക്ക് മരിച്ചിന് വാങ്ങിക്കാൻ പറ്റും 10 രൂപ ജോലി ചെയ്യണം. ഇതിനൊന്നിനും ഫലമില്ല മക്കളെ. ഞങ്ങൾ കിടന്ന് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടിലും വെള്ളത്തിലും കിടന്ന് മരിക്കുകയാണ്. ഞങ്ങളുടെ സങ്കടം ഇതേ പറയാനുള്ളത്. തിരുമല തൃക്കണ്ണാപുരം റോഡ് വരുന്നതോടുകൂടി തിരുമലയിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകും. റോഡ് വികസനത്തിനായി പല പദ്ധതികൾ പല കാലഘട്ടത്തിൽ വന്നുവെങ്കിലും ഒന്നും നടപ്പായില്ല. റോഡ് പണി നീളുന്നത് ഇതുവഴിയുള്ള യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തിരുമല തൃക്കണ്ണാപുരം റോഡ് വികസനം യാഥാർത്ഥ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 3 വർഷമായിട്ട് ഇവർ പറയുന്നുണ്ട് ഇവിടെ ഹൈവേ ആക്കും, ബ്ലോക്ക് മാറ്റും, അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ പോസ്റ്റൊക്കെ മാറ്റി ശരിയാക്കുന്നു. പക്ഷെ ഇതുവരെയ്ക്കും അങ്ങനെ മാറ്റിയിട്ടില്ല. അപ്പം ഇവിടെ വെള്ളപ്പൊക്കം കാരണം അങ്ങോട്ട് പോകാനും വണ്ടി പോകുന്നതോടെ നമുക്ക് നടക്കാനും പറ്റത്തില്ല, ഒന്നിനും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇവിടെ കുഴിയിലൊക്കെ അപ്പൂപ്പന്മാരൊക്കെ വീഴുന്ന കണ്ടിട്ടുണ്ട്. ഒരിക്കലും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ജനം, തിരുവനന്തപുരം.